ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമുക്കൊരു ഇൻഡക്ഷൻ കുക്കർ ഓൺ ഓഫ് വർക്ക് ചെയ്യാത്തൊരു പ്രോബ്ലം അതെങ്ങനെ ശരി ചെയ്യാമെന്ന് നോക്കാം. ഇത് പ്ലഗ് കുത്തിയ ഉടനെ ഡിസ്പ്ലേ വരും, പിന്നെ അത് ഓഫായി പോകും. നമ്മൾ ഓൺ ഓഫ് സ്വിച്ച് അമർത്തുമ്പോൾ ഒന്നും വർക്ക് ചെയ്യുന്നില്ല. അപ്പോൾ ഇത് കോമൺ ആയിട്ട് വരുന്നൊരു കംപ്ലൈൻ്റ് ആണ്. ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. ഇതിൻ്റെ മെയിനായിട്ടുള്ള ഒരു കാരണം പറയുകയാണെങ്കിൽ, ഇത് കിച്ചണിൽ വെക്കുമ്പോൾ ഇത് വെക്കുന്ന സ്ഥലം നല്ലപോലെ ഡെയിലി ക്ലീൻ ചെയ്യണം. ക്ലീൻ ചെയ്യാത്തത് കൊണ്ട് വരുന്നൊരു ഫാൾട്ട് കൂടിയാണിത്. നിറയെ കസ്റ്റമേഴ്സ് ഈ ഒരു കംപ്ലൈൻ്റായിട്ട് നമ്മുടെ അടുത്ത് വരുന്നുണ്ട്. അപ്പോൾ കോമണായിട്ട് കാണുന്ന ഒരു കംപ്ലൈൻറ്റ് തന്നെയാണിത്. പക്ഷേ വളരെ സിമ്പിളായിട്ട് ശരിയാക്കാൻ പറ്റിയൊരു കംപ്ലൈൻറ്റുമാണ്. അപ്പോൾ അത് നമുക്ക് എന്താണ് അതിൻ്റെ കാരണമെന്നൊന്ന് വിശദമായിട്ട് ഇതൊന്ന് അഴിച്ച് ചെക്ക് ചെയ്യാം. അത് തുറക്കുമ്പോൾ തന്നെ നമുക്കതിൻ്റെ കാരണം പെട്ടെന്ന് പിടികിട്ടും. കാരണം നമുക്കറിയാം, പാറ്റ, പല്ലി ഇതൊന്നും ഇങ്ങനെ ഇലക്ട്രോണിക്സ് സാധനങ്ങൾക്ക് നല്ലതല്ല. അതിപ്പോൾ കണ്ടില്ലേ, അതിൻ്റെ ആ റബ്ബറൊക്കെ കടിച്ച് നാശമാക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ വീടുകളിൽ ഇത് വൃത്തിയായിട്ട് സൂക്ഷിക്കാത്തത് കൊണ്ടാണ് ഈ പല്ലിയും പാറ്റയെല്ലാം ഇതിൽ കയറി ഇതിൻ്റെ PCB ഒക്കെ നാശമാക്കാനും ഇങ്ങനെയുള്ള റബ്ബർ അങ്ങനെയുള്ള ഇതെല്ലാം കടിച്ച് നാശമാക്കാനെല്ലാം കാരണം. അപ്പോൾ കുറച്ച് വൃത്തിയായിട്ട് ഡെയിലി അതിൻ്റെ അടിഭാഗമൊക്കെ വെക്കുന്ന സ്ഥലം ഒന്ന് ക്ലീൻ ചെയ്യുകയാണെങ്കിൽ ഇതൊക്കെ ഒന്ന് ഒഴിവായി കിട്ടുമ്പോൾ ഈ കംപ്ലൈൻറ്റ് വരാതെ ഇരിക്കും. ഇപ്പോൾ നമുക്ക് ഇതിൻ്റെ മെയിനായിട്ടുള്ള ഒരു കാരണം ഇതിൻ്റെ മൈക്രോ സ്വിച്ച് ഓൺ ഓഫിൻ്റെ കംപ്ലൈൻ്റാണ്. അപ്പോൾ അത് കംപ്ലൈൻ്റ് ആകാനുള്ള കാരണം ഇത് തന്നെയാണ്. പാറ്റയൊക്കെ കയറി മുട്ടയിട്ടിട്ടും അതിൻ്റെ അവശിഷ്ടങ്ങൾ ആ ബോർഡിലൊക്കെ തങ്ങി നിന്ന് മൈക്രോ സ്വിച്ചിൻ്റെ ഉള്ളിലൊക്കെ അത് ഇറങ്ങിപ്പോകുമ്പോൾ പെട്ടെന്ന് കോണ്ടാക്റ്റ് കിട്ടാതാകുന്ന ഒരു പ്രശ്നമാണ്. വളരെ സിമ്പിളാണ്. അപ്പോൾ ആ മൈക്രോ സ്വിച്ച് നമുക്ക് അഴിച്ചെടുത്തിട്ട് ഒരു നല്ല പുതിയ സ്വിച്ച് അതിലേക്ക് ഫിറ്റ് ചെയ്യാം. ഇത് 2 പിൻ ലെഗുള്ളതാണ്. മിക്കവാറും ഓരോ കമ്പനിയുടെ വ്യത്യാസമനുസരിച്ച് 4 പിന്നിൻ്റെയും 2 പിന്നിൻ്റെയും അത് പല ടൈപ്പിൽ സ്വിച്ചുകൾ ഓരോ മോഡലിന് ഉണ്ടാകുന്നതാണ്. അപ്പോൾ ഇതിൽ 2 പിന്നാണ് വരുന്നത്. അപ്പോൾ അത് നമുക്ക് അഴിച്ച് മാറ്റിയിടാം. അതിനുശേഷം അത് ഫുള്ളായിട്ടൊന്ന് ക്ലീൻ ചെയ്ത് അത് നമുക്ക് സെറ്റ് ചെയ്യുമ്പോൾ ഈ കംപ്ലൈൻറ്റ് ശരിയാവുന്നതാണ്. പിന്നെ അത് സെൻസർ, ഹീറ്റ് സെൻസറിൻ്റെ ആ ഒരു റബ്ബറാണ് കടിച്ചേക്കുന്നത്. അതിപ്പം നമുക്കത് ഇപ്പം കൈവശമില്ലാത്തതുകൊണ്ട് ആ സെൻസർ അവിടെ ഫിക്സ് ചെയ്യുന്ന മാതിരി സെറ്റ് ചെയ്തിട്ട് നമുക്ക് വർക്ക് ചെയ്യിച്ച് നോക്കാം. അപ്പോൾ ആദ്യം നമുക്ക് ഇപ്പം മൈക്രോ സ്വിച്ച് മാറ്റി നമുക്കതൊന്ന് ചെക്ക് ചെയ്യാം. എപ്പോഴും ഇൻഡക്ഷൻ നമ്മൾ കൊടുക്കുമ്പോൾ സീരിയൽ കണക്ഷനിൽ മാത്രം ഇട്ട് ചെക്ക് ചെയ്യുക. കാരണം പല കംപ്ലൈൻറ്റ് വരുമ്പോഴും ഷോർട്ടോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പെട്ടെന്ന് കൂടുതൽ കംപ്ലൈൻ്റ് ആകാനുള്ള ചാൻസുകളുണ്ട്. എപ്പോഴും സീരിയലിൽ മാത്രം കൊടുക്കുക. ഇപ്പോൾ അത് വർക്കിംഗ് ഓക്കെയാണ്. ഡിസ്പ്ലേ എല്ലാം കറക്റ്റായിട്ട് തെളിയുന്നുണ്ട്, ഫാൻ കറങ്ങുന്നുണ്ട്. ഇപ്പോൾ അത് സിമ്പിളായിട്ടുള്ള ഒരു കംപ്ലൈൻ്റാണിത്. അപ്പം ഇത് ഇന്ന കാരണങ്ങൾ കൊണ്ടാണ് ഇതിങ്ങനെ സംഭവിക്കുന്നത്. അപ്പോൾ നമുക്കത് മാറ്റി ഇപ്പോൾ അത് ഓക്കെ ആയിട്ടുണ്ട്. നമുക്ക് അതിൻ്റെ കോയിലൊക്കെ അഴിച്ച് അതിൻ്റെ ഉള്ളിൽ അടിവശം എല്ലാം ഒന്ന് ക്ലീൻ ചെയ്ത് ആ സെൻസറും ഹീറ്റ് സെൻസറും ഒന്ന് കറക്റ്റ് ചെയ്യാം. അപ്പോൾ ഇത് മെയിനായിട്ട് നമ്മൾ ഷോപ്പിൽ വരുന്നവരിടത്തൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. കാരണം നിങ്ങളിത് മറ്റുള്ള ഗ്യാസ് സ്റ്റവ് മാതിരിയല്ല, ഇത് ഡെയിലി അത് വയ്ക്കുന്ന സ്ഥലങ്ങളൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യുകയാണെങ്കിൽ ഈ കംപ്ലൈൻ്റൊക്കെ വളരെ കുറഞ്ഞിരിക്കും. ഇത് കൂടി ചിലതിലൊക്കെ ചില ഇൻഡക്ഷനൊക്കെ അഴിക്കുമ്പോൾ കാണാം ഇഷ്ടംപോലെ പാറ്റകൾ അതിൻ്റെ അകത്തുണ്ടാവും. അത് കയറി കഴിഞ്ഞാൽ നമ്മുടെ PCBയിലുള്ള ജമ്പർ
റെസിസ്റ്റൻസ്, കപ്പാസിറ്റർ, ഇതിൻ്റെ ലെഗുകൾ എല്ലാം തുരുമ്പ് കയറി പിന്നെ അത് നന്നാക്കാൻ പറ്റാത്ത ഒരവസ്ഥയിൽ വരെ എത്തുന്നത് നിറയെ കാണുന്നുണ്ട്. അവസാനം അത് മെയിൻ ബോർഡേ നമ്മൾ കിറ്റ് വാങ്ങി കയറ്റി ശരിയാക്കുന്ന ഒരു കണ്ടീഷനിലേക്കാണ് എത്തുന്നത്. അപ്പം പരമാവധി നമ്മളത് ക്ലീൻ ചെയ്ത് ഉപയോഗിക്കുകയാണെങ്കിൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ നമുക്ക് ഒഴിവാക്കാവുന്നതാണ്. അത് എല്ലാവരുടെ അടുത്തും പറയുന്നുണ്ട്. എന്നാലും പല വീടുകളിലും ഇപ്പോഴും ഇത് വലിയ മെയിൻറ്റെയിൻ ചെയ്യാത്ത രീതിയിൽ അത് കംപ്ലൈൻ്റ് ആകുന്നവരെ ആണ് അതങ്ങനെ വെച്ചുകൊണ്ടിരിക്കുന്നത്. ഇലക്ട്രോണിക് പാർട്സുകൾക്ക് ഈ പല്ലി, അതുപോലെ പാറ്റ, ഇതൊക്കെ വളരെ ദോഷം ചെയ്യുന്ന ഒരു സംഭവമാണ്. അപ്പോൾ അത് നമ്മൾ നിയന്ത്രിക്കുകയാണെങ്കിൽ ഈ കംപ്ലൈൻറ്റ് വളരെ കുറച്ചേ അതിൽ വരുള്ളൂ. ഇപ്പോൾ ഇൻഡക്ഷനെ സംബന്ധിച്ച് വളരെ കൂടുതലായിട്ടുള്ള വേറെ പല കംപ്ലൈൻറ്റുകളുണ്ട്. അപ്പോൾ ഇതൊക്കെ നമുക്ക് അവോയ്ഡ് ചെയ്യാവുന്ന കംപ്ലൈൻ്റാണ്. എന്നാലും ഇത് മിക്കവാറും ഇങ്ങനെ സംഭവിക്കുന്നുണ്ട്. അതിപ്പോൾ വരുന്നവർക്ക് നമ്മളിങ്ങനെ പറഞ്ഞു കൊടുക്കുക കാരണങ്ങൾ, അതൊരു പരിധിവരെ സഹായിക്കും, അങ്ങനെയാണ് തോന്നുന്നത്. ഇപ്പോൾ PCBയുടെ അടിയിലുള്ള പല്ലി മുട്ടയും അതെല്ലാം എടുത്ത് ക്ലീൻ ചെയ്ത് കുറച്ച് ടിന്നർ ആ ബ്രഷിലാക്കിയിട്ട് നമ്മൾ തുടയ്ക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ ചെറിയ ജീവികളുണ്ടെങ്കിൽ അതെല്ലാം പൊയ്ക്കോളും. അപ്പോൾ ഇത് വന്ന് ബോർഡൊക്കെ നല്ല കണ്ടീഷനുണ്ട്, ഒന്നും ആയിട്ടില്ല. പക്ഷേ ഇത് തുടർന്ന് അങ്ങനെ വെച്ചുകൊണ്ടിരുന്നാൽ ബോർഡും നാശമാകാനുള്ള ചാൻസൊക്കെ ഉണ്ടായിരുന്നു. PCB എല്ലാം ഇത് കുറച്ച് നന്നായിട്ടുണ്ട്, പ്രിൻറ്റിന് കുഴപ്പമൊന്നും പറ്റിയിട്ടില്ല. ചിലത് ഇങ്ങനെ വരുന്ന വളരെ മോശമായിട്ടുള്ള ഒരു കണ്ടീഷനുള്ള ബോർഡായിട്ടൊക്കെ വരുന്നുണ്ട്. എല്ലാം കറക്റ്റായിട്ട് നമ്മൾ ഒന്ന് ഉപയോഗിക്കുകയാണെങ്കിൽ നന്നായിട്ട് തന്നെ ഉണ്ടാവും. അതേപോലെ തന്നെ ഇടയ്ക്കൊന്ന് സർവീസ് ചെയ്യുന്നതൊക്കെ നല്ലതാണ്. ഡസ്റ്റ്, ഈ ഫാനെല്ലാം കറങ്ങുന്നതുകൊണ്ട് ഡസ്റ്റുകളൊക്കെ നിറയെ വരാനും ഒക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇടയ്ക്കൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് ഉപയോഗിച്ചാൽ കൂടുതൽ കാലം നമുക്ക് പ്രയോജനപ്പെടും. ഇതൊക്കെ ഒരു ചെറിയ കംപ്ലൈൻ്റാണ്, എങ്കിലും നമുക്ക് കുറച്ച് ശ്രദ്ധിച്ചു കഴിച്ചാൽ നല്ല രീതിയിൽ ഇത് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. എല്ലാവരും വീഡിയോ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പുതിയതായിട്ട് ആരംഭിച്ച ഒരു ചാനലാണ്. നിങ്ങളുടെ എല്ലാവരെയും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. എല്ലാവരും പരമാവധി സബ്സ്ക്രൈബ് ചെയ്ത് സഹകരിക്കുക. അപ്പം ഇതിൻ്റെ എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. നമ്മളതൊന്ന് പാത്രം വെച്ച് ഒന്ന് ചൂടാക്കി നോക്കാം. ഓക്കെയാണ്, വെള്ളം ചൂടാവുന്നുണ്ട്. ഇപ്പോൾ ഇതിൻ്റെ എല്ലാ വർക്കും കഴിഞ്ഞ് നല്ല കണ്ടീഷനായിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു.